ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പാപസ്വഭാവങ്ങളുടെ ബന്ധനത്തിലായിരുന്നിട്ടും മാറ്റം ആഗ്രഹിക്കാത്തവരും മാറുവാൻ തയ്യാറല്ലാത്തവരുമായി അനേകരുണ്ട്. ലഹരിയും പോർണോഗ്രാഫിയും അസന്മാർഗിക ജീവിത ശൈലിയും ആസക്തിയായി പോയവരുണ്ട്. അവർക്ക് വിട്ടുമാറൽ അത്ര എളുപ്പമല്ല. പലരും അവരുടെ പാപജീവിതത്തിൽ സംതൃപ്തരാണ്. അന്ധകാരത്തിൽ ജീവിച്ചു വളർന്ന് അത് ജീവിതശൈലിയാക്കിയവരോട് യേശു ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. സുഖമാകാൻ മനസ്സുണ്ടോ? പലപ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ളവർ പറയാറുള്ള മറുപടി, ഇല്ല, എനിക്ക് ഇതുപോലെയൊക്കെ ജീവിച്ചാൽ മതി എന്നാണ്. ബെഥെസ്ത കുളക്കരയിൽ കിടന്ന മനുഷ്യനോട് ക്രിസ്തു ഈ ചോദ്യം ചോദിച്ചു. അദ്ദേഹത്തിന് സുഖമാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ശാരീരിക പരിമിതികൾ അതിന് സമ്മതിക്കുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഉറ്റവരും ഉടയവരുമില്ലാത്ത എന്നെ കുളത്തിലിറക്കാൻ ആരെയെങ്കിലും അയക്കണമേ എന്ന് ഒരുപക്ഷെ അയാൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. ആ പ്രാർത്ഥനയുടെ മറുപടിയായിട്ടായിരിക്കാം ക്രിസ്തു അവൻ്റെ അടുക്കലെത്തിയത്. ക്രിസ്തു അവൻ്റെ ജീവിതത്തെ ഇളക്കി മറച്ചു. ശാരീരികവും ആത്മീയവുമായ പുതുശക്തി പകർന്നു. ഈ മനുഷ്യനുമായി ബന്ധപ്പെടുത്തി നമ്മുടെ അവസ്ഥയെപ്പറ്റി ചിന്തിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഒരുപക്ഷെ നമ്മളിൽ പലരും ഇപ്പോൾ ചില പാപസ്വഭാവങ്ങളുടെ ബന്ധനത്തിലും ആത്മശരീര മനസ്സുകളിൽ തളർച്ച ബാധിച്ചവരുമൊക്കെ ആയിരിക്കാം. രക്ഷപ്പെടുവാൻ വളരെ ശ്രമിച്ചിട്ടും സാധിക്കുന്നുണ്ടാവില്ല. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കാം. കുളക്കരയിലെ രോഗിയെപ്പോലെ പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് ക്രിസ്തു നൽകുന്ന സമുന്നതമായ ഒരു മറുപടിയുണ്ട്. എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക. മുഷിഞ്ഞു നാറിയതും ഉപയോഗശൂന്യവുമായിരുന്നു ആ രോഗിയുടെ കിടക്ക. ദുർബലമായ ശരീരത്തെ താങ്ങുവാൻ 38 വർഷം ഏക ആശ്രയമായിരുന്നത് ആ കിടക്ക മാത്രമായിരുന്നു. ക്രിസ്തു പറഞ്ഞു, നിന്റെ കിടക്കയെടുത്ത് നടക്കുക. നിനക്ക് ഇപ്പോൾ അതിന് കഴിയും. യിരെമ്യാ പ്രവചനത്തിലെ ഒരു വാക്യമാണ് ഈ സംഭവത്തോട് ചേർത്ത് വായിക്കുവാൻ തോന്നുന്നത്. 32:17. അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. പാപക്കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാനും പാപത്തിൻ്റെ വഴിയിൽ നിന്ന് മാറി നടക്കുവാനും പ്രലോഭനങ്ങളെ ചെറുത്തു നിൽക്കുവാനും നമ്മെ പ്രാപ്തരാക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയുമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ്റെ സാക്ഷ്യം. ഫിലിപ്പിയർ 4:13. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. The calling of God is the enabling of God. കർത്താവിൻ്റെ വാക്കനുസരിച്ച് എഴുന്നേൽക്കാനും
കിടക്കയെടുത്ത് നടക്കുവാനും കുളക്കരയിലെ രോഗി തയ്യാറായി. അവൻ്റെ കോമൺ സെൻസും യുക്തിയുമൊന്നും അതിന് തടസ്സമായില്ല. എന്നാൽ എഴുന്നേൽക്കുവാൻ കർത്താവ് പറയുമ്പോൾ പലരുടെയും യുക്തിയും അവിശ്വാസവുമൊക്കെ അതിന് തടസ്സമാകാറുണ്ട്. ദൈവം നമ്മോട് എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ എനിക്ക് അത് വളരെ അസാധ്യ കാര്യമാണല്ലോ കർത്താവേ, അത് നടക്കുന്ന കാര്യമാണോ എന്നൊന്നും നമ്മൾ സംശയിക്കരുത്, ചോദിക്കരുത്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ കഴിയും. കർത്താവ് പറയുമ്പോൾ നമ്മുടെ ജഡീക മനസ്സ് പറയുന്ന സാങ്കേതിക പ്രശ്നങ്ങളും സംശയവും അവിശ്വാസവും ഒന്നും നമ്മൾ ശ്രദ്ധിക്കരുത്. പാപബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ കർത്താവ് തയ്യാറാകുമ്പോൾ പാപത്തിൻ്റെ കംഫർട്ട് സോണും പാപ പ്രേരണ നൽകുന്ന ജീവിത സാഹചര്യങ്ങളും സുഹൃബന്ധങ്ങളും വരുമാന മാർഗങ്ങളും ജീവിതശൈലിയുമൊക്കെ ഉപേക്ഷിക്കുവാൻ നമ്മളും തയ്യാറാകണം. ദൈവത്തിൻ്റെ മിറക്കിൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ചില വിട്ടുപിരിയലും ഉപേക്ഷിക്കലും ദൈവശക്തിയിലുള്ള വിശ്വാസവുമൊക്കെ ആവശ്യമാണ്. നമ്മുടെ ഹൃദയ കാഠിന്യവും അവിശ്വാസവും ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ പലപ്പോഴും തടസ്സമാകാറുണ്ട് എന്നാണ് തിരുവചനം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ്. മത്തായി 13:58. അവരുടെ അവിശ്വാസം നിമിത്തം ക്രിസ്തു അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. മിറക്കിൾ സംഭവിക്കുവാൻ ചില വിട്ടുപിരിയൽ ആവശ്യമാണ് എന്നതാണ് രണ്ടാമത്തെ കാര്യം. പാപപ്രവണതകളിലേക്ക് മടങ്ങിപ്പോകാൻ സാധ്യതയുള്ള പാലങ്ങൾ തകർക്കപ്പെടണം. പരീശ മനോഭാവം ഉപേക്ഷിച്ച പൗലോസ്, വാൾ ഉപേക്ഷിച്ച പത്രോസ്, വീട്ടിൽ മടങ്ങിയെത്തിയ ധൂർത്തപുത്രൻ, കല്ലെറിയുവാൻ കൂടിയ ജനക്കൂട്ടത്തിൽ നിന്ന് ക്രിസ്തു രക്ഷിച്ചതിന് ശേഷം പാപജീവിതത്തിൽ നിന്ന് പിന്മാറിയ സ്ത്രീ, ഇവരൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. പാപബന്ധനങ്ങളിൽ നിന്ന് ക്രിസ്തു വിമോചിപ്പിച്ചപ്പോൾ ഇവർ ജീവന്റെ വഴി തിരഞ്ഞെടുത്തു. അവർക്ക് യേശു കൊടുത്ത മുന്നറിയിപ്പ് നമ്മൾ വളരെ ശ്രദ്ധയോടെ വായിക്കേണ്ടതാണ്. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത്. പാപജീവിതത്തിലേക്കുള്ള മടക്കയാത്രയ്ക്ക് സാധ്യതയുണ്ടാക്കുന്ന കെട്ടുപാടുകളെല്ലാം അറുത്തു മാറ്റുവാൻ നമ്മൾ തയ്യാറാകണം. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാകുമ്പോൾ പഴയ പാപക്കിടക്ക നമ്മൾ ഉപേക്ഷിക്കണം. ദൈവം മോചനം നൽകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ. കിടക്കയെടുത്ത് നടന്നവനെ വീണ്ടും ദേവാലയത്തിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ കർത്താവ് പറഞ്ഞു, നോക്കൂ, നിനക്ക് സൗഖ്യമായില്ലേ? അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്. വളരെ ആത്മീയ മർമ്മം ഉൾക്കൊള്ളുന്ന ഒരു മുന്നറിയിപ്പാണ് കർത്താവ് ഈ രോഗിക്കും നമുക്കും നൽകുന്നത്. ദൈവം സുഖമാക്കിയിട്ടും പുതിയ ഹൃദയം തന്നിട്ടും അനേകം അനുഗ്രഹങ്ങൾ നൽകിയിട്ടും
പാപക്കിടക്കകളുടെ കംഫർട്ട് സോണുകളിൽ ഇടം തേടുന്നവർക്കുള്ള ദൈവത്തിൻ്റെ ശക്തമായ മുന്നറിയിപ്പ് ശ്രദ്ധിക്കാതെ പോകരുത്. ബി കെയർഫുൾ, ഡോണ്ട് സിൻ എനിമോർ. ക്രിസ്തു നൽകുന്ന പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ജീവിതകാലം മുഴുവൻ അനുഭവിക്കാൻ തക്കവണ്ണം ഒരു വിശുദ്ധ ജീവിതത്തിനായി ഒരുങ്ങുവാൻ ദൈവത്തിൻ്റെ തിരുവചനം നമുക്ക് സഹായകമാകട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.